ഹായ് ഗൈസ്. നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന മരുന്നുകൾ, പ്ലാസ്റ്റിക്, പെയിന്റ്, ചില ഡ്രസ്സുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ ഈ പറഞ്ഞതെല്ലാം ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. ഓർഗാനിക് കോമ്പൗണ്ട്സ് എല്ലാം ഉണ്ടാക്കുന്നത് കെമിക്കൽ റിയാക്ഷൻസ് അഥവാ രാസപ്രവർത്തനങ്ങൾ വഴിയാണ്. അപ്പോൾ കുറച്ച് ഓർഗാനിക് കോമ്പൗണ്ട്സും അതിന്റെ കെമിക്കൽ റിയാക്ഷൻസും ആണ് 10th സ്റ്റാൻഡേർഡ് കെമിസ്ട്രിയിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് അഥവാ ഓർഗാനിക് സംയുക്തങ്ങളുടെ രാസപ്രവർത്തനങ്ങൾ എന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. ഈ ചാപ്റ്ററിൽ നമുക്ക് 5 കെമിക്കൽ റിയാക്ഷൻസ് പഠിക്കാനുണ്ട്. ഫസ്റ്റ് വൺ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ അഥവാ ആദേശ രാസപ്രവർത്തനങ്ങളാണ്. സെക്കൻഡ് വൺ അഡീഷൻ റിയാക്ഷൻ ആണ്. പിന്നെ പോളിമറൈസേഷൻ, തെർമൽ ക്രാക്കിംഗ് അഥവാ താപീയ വിഘടനം, മറ്റൊന്നാണ് കമ്പഷൻ അഥവാ ജ്വലനം. അപ്പൊ നമുക്ക് ഓരോ റിയാക്ഷൻസ് ആയിട്ട് നോക്കാം. ആദ്യത്തേത് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ അഥവാ ആദേശ രാസപ്രവർത്തനങ്ങളാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന വേർഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവല്ലോ. ഇപ്പോ ഫുട്ബോൾ കളിയിലൊക്കെ ഏതെങ്കിലും ഒരു പ്ലെയറിന് ഇഞ്ചുറി ആവുകയാണെങ്കിൽ ആ ആളെ മാറ്റിയിട്ട് പകരം ഒരു സബ്സ്റ്റിറ്റ്യൂട്ടിനെ ഇറക്കും, അല്ലെ? അപ്പൊ അത് തന്നെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിലും നടക്കുന്നത്. ഒരാൾ അല്ലെങ്കിൽ ഒരു ആറ്റം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആറ്റം മാറിയിട്ട് അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് മറ്റൊരു ആറ്റമോ ഗ്രൂപ്പ് ഓഫ് ആറ്റമോ വരുന്നു. നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. ഇവിടെ ഞാൻ ഒരു മീഥെയ്ൻ മോളിക്യൂൾ എടുത്തിട്ടുണ്ട്, CH4 മോളിക്യൂൾ. ഈ CH4ലേക്ക് ഒരു ക്ലോറിൻ മോളിക്യൂൾ ആക്ട് ചെയ്യാണ്. അപ്പൊ നമുക്ക് എന്താ കിട്ടുന്നത്? ഇങ്ങനൊരു കോമ്പൗണ്ട് കിട്ടി. അതായത് ഇതിലത്തെ ഒരു എച്ചിനെ ഇതിലത്തെ ഒരു ക്ലോറിൻ റീപ്ലേസ് ചെയ്തു. എന്നിട്ട് നമുക്ക് ക്ലോറോമീഥെയ്ൻ എന്ന് പറഞ്ഞ ഒരു കോമ്പൗണ്ട് ആണ് കിട്ടിയത്. കൂടെ ഹൈഡ്രോക്ലോറിക് ആസിഡ് HCl കിട്ടിയിട്ടുണ്ട്. ഈ ക്ലോറിൻ മോളിക്യൂളിലെ ഒരു ക്ലോറിൻ ആണ് ഈ ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തത്. എന്നിട്ട് ഈ ഹൈഡ്രജൻ എങ്ങോട്ട് പോകും? മറ്റൊരു ക്ലോറിന്റെ അടുത്തേക്ക് പോകും. അങ്ങനെയാണ് നമുക്ക് ഇവിടെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ബൈ പ്രൊഡക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ ഈ ഒരു റിയാക്ഷൻ സൺലൈറ്റിന്റെ പ്രസൻസിലാണ് നടക്കുക. ഈ ഒരു റിയാക്ഷൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യോ? സ്റ്റോപ്പ് ചെയ്യില്ല. കാരണം മീഥെയ്ൻ മോളിക്യൂളിൽ 4 ഹൈഡ്രജൻസ് വരുന്നുണ്ട്. ഈ 4 ഹൈഡ്രജനെയും റീപ്ലേസ് ചെയ്ത് 4 സ്ഥലത്തും ക്ലോറിൻ വരുന്നത് വരെ ഈ റിയാക്ഷൻ കണ്ടിന്യൂ ചെയ്യും. അതാണ് അടുത്ത സ്റ്റെപ്പായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അത് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ള ഈ ക്ലോറോമീഥെയ്ൻ ആണ് അടുത്ത റിയാക്ഷനിലെ റിയാക്റ്റന്റ് ആയിട്ട് വരുന്നത്. അതിനോട് ക്ലോറിൻ മോളിക്യൂള് സൺലൈറ്റിന്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യുന്നു. ഇപ്പൊ എന്താ വരുന്നത്? ഒരു ഹൈഡ്രജനെയും കൂടി ഒരു ക്ലോറിൻ റീപ്ലേസ് ചെയ്യിപ്പിക്കും. കാർബൺ, 2 ഹൈഡ്രജൻ ഓൾറെഡി ഉണ്ട്, ഓൾറെഡി ഉള്ള ഒരു ക്ലോറിൻ. ഈ ഒരു ഹൈഡ്രജനെയും കൂടി ഒരു ക്ലോറിൻ റീപ്ലേസ് ചെയ്യിപ്പിച്ചു. എന്നിട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് കിട്ടി. ഇപ്പൊ 2 ക്ലോറിൻ വരുന്ന ഡൈക്ലോറോമീഥെയ്ൻ എന്ന മോളിക്യൂള് നമുക്ക് കിട്ടും. കൂടെ HCl. ഈ റിയാക്ഷൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യോ? ഇല്ലല്ലോ. കാരണം ഇവിടെ നമുക്കിനി 2 ഹൈഡ്രജൻസും കൂടി ഉണ്ട്. ഈ 2 ഹൈഡ്രജനെയും കൂടി ക്ലോറിൻ വെച്ച് റീപ്ലേസ് ചെയ്യണം. അതാണ് അടുത്ത സ്റ്റെപ്പില്. ഡൈക്ലോറോമീഥെയ്ൻ ആണ് ഇവിടുത്തെ റിയാക്റ്റന്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ഈ ഡൈക്ലോറോമീഥെയ്നിലേക്ക് വീണ്ടും ഒരു ക്ലോറിൻ മോളിക്യൂൾ ആക്ട് ചെയ്യും. അപ്പം ഒരു ഹൈഡ്രജനെയും കൂടി ക്ലോറിൻ റീപ്ലേസ് ചെയ്യും. നമുക്ക് എന്താ കിട്ടുന്നത്? Cl. 3 ക്ലോറിൻ മോളിക്യൂൾസ് ഉള്ള ട്രൈക്ലോറോമീഥെയ്ൻ കിട്ടി. ട്രൈക്ലോറോമീഥെയ്ന് മറ്റൊരു പേരും കൂടി ഉണ്ട്. അത് നിങ്ങൾക്ക് പരിചിതമായിട്ടുള്ള പേരാണ് ക്ലോറോഫോം. നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഒരു പന്നിയിൽ ക്ലോറോഫോം ആക്കി മണപ്പിക്കുമ്പോൾ ബോധം കിട്ടി വീഴാറില്ലേ, ആൾക്കാരെ കടത്തി കൊണ്ടുപോകാനൊക്കെ ശ്രമിക്കുന്നത്. ആ ക്ലോറോഫോം ആണ് ഈ ട്രൈക്ലോറോമീഥെയ്ൻ. ഇനി നമുക്ക് ഇവിടെ ഒരു എച്ചും കൂടി ഇല്ലേ? ഈ എച്ചിനെയും കൂടി ക്ലോറിൻ വന്ന് റീപ്ലേസ് ചെയ്യും. അതാണ് ഇവിടെ 4th സ്റ്റെപ്പിൽ കാണിച്ചിട്ടുള്ളത്. ഈ ഒരു എച്ചിനെ ഈ ക്ലോറിൻ വന്ന് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4 ക്ലോറിൻ വരുന്ന കോമ്പൗണ്ട് കിട്ടും. ഇതാണ് ടെട്രാക്ലോറോമീഥെയ്ൻ, അല്ലെങ്കിൽ മറ്റൊരു പേരാണ് കാർബൺ ടെട്രാ ക്ലോറൈഡ്. അപ്പോ ആദേശ രാസപ്രവർത്തനങ്ങൾ അഥവാ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ് നമ്മൾ പഠിച്ചത്. ഈ ഒരു റിയാക്ഷനിൽ ഒരു ആറ്റത്തിനെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആറ്റത്തിനെ മറ്റൊരു ആറ്റമോ മറ്റൊരു ഗ്രൂപ്പ് ഓഫ് ആറ്റോ വന്നിട്ട് റീപ്ലേസ് ചെയ്യുന്നു. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് അഡീഷൻ റിയാക്ഷൻ ആണ്. അഡീഷൻ റിയാക്ഷനിൽ സംഭവിക്കുന്നത് ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഉള്ള കോമ്പൗണ്ട്സിനെ എന്ത് ചെയ്യാണ്? ബ്രേക്ക് ചെയ്തിട്ട് അത് സിംഗിൾ ബോണ്ടുള്ള കോമ്പൗണ്ട്സ് ആയിട്ട് മാറാം. അതായത് അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ്, അപൂരിത സംയുക്തങ്ങൾ സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് ആയിട്ട് മാറുന്നു. ഇത് എപ്പോഴും ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഉള്ള കോമ്പൗണ്ട്സ് സിംഗിൾ ബോണ്ട് ആയിട്ട് മാറണമെന്നില്ല. ചില സമയങ്ങളിൽ ട്രിപ്പിൾ ബോണ്ട് ഡബിൾ ബോണ്ട് ആയിട്ട് മാറിയാലും അതും അഡീഷൻ റിയാക്ഷൻ ആണ്. ഒരു എക്സാമ്പിൾ നോക്കി പഠിക്കാം.
ഇപ്പം ഇവിടെ ഈഥീൻ എന്ന് പറഞ്ഞ മോളിക്യൂൾ എടുത്തിട്ടുണ്ട്. അത് ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്യാണ് നിക്കൽ എന്ന് പറഞ്ഞ കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ. അപ്പോൾ ഈ നിക്കൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ രണ്ട് കാർബണിന്റെ ഇടയിലുള്ള ഡബിൾ ബോണ്ട്സ് ഇല്ലേ, ഇതിൽ ഒരു ബോണ്ടിനെ ബ്രേക്ക് ചെയ്യും. പിന്നെ H2 എന്ന് പറഞ്ഞാൽ എച്ചിന്റെ ഇടയിൽ ഒരു ബോണ്ടില്ലേ, ഈ ഒരു ബോണ്ടിന്റെ സ്ട്രെങ്ത്തും കുറയ്ക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു എച്ച് ഈ കാർബണിലേക്കും ജോയിൻ ചെയ്യും, ഈ ഒരു എച്ച് ഈ കാർബണിലേക്കും വന്ന് ജോയിൻ ചെയ്യും. അപ്പൊ നമുക്കിവിടെ എന്ത് കിട്ടും? ഈഥെയ്ൻ മോളിക്യൂള് കിട്ടും. നമ്മളിവിടെ ഈഥീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഡബിൾ ബോണ്ട് വരുന്ന കോമ്പൗണ്ടിനെ ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്ത സമയത്ത് എന്താ നമുക്ക് കിട്ടിയത്? ഈഥെയ്ൻ മോളിക്യൂള് കിട്ടി. അപ്പോൾ ഡബിൾ ബോണ്ട് ഉള്ള അൺസാച്ചുറേറ്റഡ് ഒരു കോമ്പൗണ്ടിനെ നമ്മൾ സിംഗിൾ ബോണ്ട് ഉള്ള സാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ആയിട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. ഈ സെയിം എക്സാമ്പിൾ ആണ് കേട്ടോ നമ്മൾ മുകളിൽ വരച്ച് കാണിച്ചത്. ഇനിയിപ്പോൾ അടുത്ത എക്സാമ്പിളിൽ ഇതും ഒരു ഈഥീൻ മോളിക്യൂൾ ആണ്. ഇതിലേക്ക് ക്ലോറിൻ ആണ് റിയാക്ട് ചെയ്യുന്നത്. ഇപ്പം എന്താ സംഭവിക്കുക? സിക്ക് ഒരു എച്ച് ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു സിംഗിൾ ബോണ്ട് വരും. വീണ്ടും സിക്ക് ഒരു എച്ചും ഒരു ക്ലോറിൻ ഈ കാർബണിലേക്കും വരും, മറ്റൊരു ക്ലോറിൻ മറ്റേ കാർബണിലേക്കും വരും. അപ്പോൾ ഇവിടെ ഒരു ക്ലോറിൻ വരും, ഇവിടെ ഒരു ക്ലോറിൻ വരും. അടുത്ത റിയാക്ഷൻ നോക്കാം. അടുത്തത് ട്രിപ്പിൾ ബോണ്ട് ഉള്ളൊരു കോമ്പൗണ്ട് ആണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു എപ്പോഴും ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ബ്രേക്ക് ചെയ്തിട്ട് സിംഗിൾ ബോണ്ട് ആയിട്ട് മാറുന്നത് നിർബന്ധമില്ല. ട്രിപ്പിൾ ബോണ്ട് ഉള്ള ഒരു കോമ്പൗണ്ട് ഡബിൾ ബോണ്ട് ആയിട്ട് മാറിയാലും അതും അഡീഷൻ റിയാക്ഷനിലാണ് വരുന്നത്. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുക? ഇത് ഈഥൈൻ മോളിക്യൂൾ ആണ്. ട്രിപ്പിൾ ബോണ്ട് വന്നില്ലേ, അപ്പൊ അത് ഡബിൾ ബോണ്ട് ആയിട്ട് മാറും. പിന്നെ ഒരു എച്ച് ഒരു ഹൈഡ്രജൻ ഈ കാർബണിലേക്ക് പോകും, മറ്റേ ഹൈഡ്രജൻ ഈ കാർബണിലേക്കും പോകും. അപ്പൊ ഇവിടെ ഒരു എച്ച് വരും, ഇവിടെ ഒരു എച്ച് വരും. ഇത് ഏതാ കോമ്പൗണ്ട്? ഈഥീൻ ആണ്. അപ്പൊ ഈഥീൻ എന്ന് പറഞ്ഞ കോമ്പൗണ്ട് അഡീഷൻ റിയാക്ഷൻ നടത്തിയപ്പം ഈഥെയ്ൻ ആയിട്ട് മാറി. ഇവിടെ ഈഥൈൻ എന്ന് പറഞ്ഞ ട്രിപ്പിൾ ബോണ്ട് ഉള്ള കോമ്പൗണ്ട് അഡീഷൻ റിയാക്ഷൻ നടത്തിയ സമയത്ത് ഈഥീൻ ആയിട്ട് ഡബിൾ ബോണ്ട് ഉള്ള കോമ്പൗണ്ട് ആയിട്ട് മാറി. നമുക്ക് അടുത്ത റിയാക്ഷൻ നോക്കിയാലോ. അടുത്ത റിയാക്ഷൻ എന്ന് പറയുന്നത് പോളിമറൈസേഷൻ റിയാക്ഷൻ ആണ്. പോളിമറൈസേഷനിൽ പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള മോളിക്യൂൾസ് അഥവാ ലഘു തന്മാത്രകൾ കൂടിച്ചേർന്നിട്ട് കോംപ്ലക്സ് മോളിക്യൂൾ അഥവാ സങ്കീർണ തന്മാത്രകളായിട്ട് മാറുന്നു എന്നാണ്. അപ്പൊ ഈ സിമ്പിൾ മോളിക്യൂൾസിനെ ലഘു തന്മാത്രകളെ നമ്മൾ മോണോമർ എന്നാണ് പറയുന്നത്. ഇനി ഈ ലാർജ് കോംപ്ലക്സ് മോളിക്യൂൾസ് അഥവാ സങ്കീർണ തന്മാത്രകളെ നമ്മൾ എന്താ പറയാ? പോളിമർ എന്ന് പറയും. ഓക്കെ അല്ലേ? അപ്പൊ ഈ പോളിമറൈസേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത് എന്താന്നാ പറഞ്ഞ്? സിമ്പിൾ മോളിക്യൂൾസ് കൂടി ചേർന്നിട്ട് കോംപ്ലക്സ് മോളിക്യൂൾ ആയിട്ട് മാറുക. ഇത് രണ്ട് രീതിയിൽ നടക്കും. ഒന്നാമത്തത് അഡീഷൻ പോളിമേഴ്സും രണ്ടാമത്തത് കണ്ടൻസേഷൻ പോളിമേഴ്സും ആണ്. അപ്പൊ ഫസ്റ്റ് വണ് അഡീഷൻ പോളിമേഴ്സ് എന്താന്ന് നോക്കാം. അഡീഷൻ പോളിമേഴ്സ് ഇവിടെ എഴുതിയിട്ടുണ്ട്. അഡീഷൻ പോളിമേഴ്സ് ആർ ഒബ്റ്റൈൻഡ് ബൈ ദ റിപ്പീറ്റഡ് അഡീഷൻ റിയാക്ഷൻ ഓഫ് മോണോമേഴ്സ്. സെയിം മോണോമേഴ്സ് റിപ്പീറ്റ് ആയിട്ട് ആഡ് ചെയ്തു പോകുമ്പോഴാണ് അഡീഷൻ റിയാക്ഷൻ ഉണ്ടാവുന്നത്. അതിനൊരു എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. ഈ CH2 എന്ന് പറഞ്ഞ മോളിക്യൂൾ ഏതാ? ഈഥീൻ മോളിക്യൂൾ ആണ്. നമ്മൾ നേരത്തെ ഒക്കെ കണ്ടു. ഈ ഈഥീൻ മോളിക്യൂളിന് പോളിമറൈസേഷൻ നടത്തിയാൽ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് പോളിത്തീൻ ആണ്. പോളിത്തീൻ നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നത്? നമ്മുടെ ക്യാരി ബാഗ്സ് ഒക്കെ പ്ലാസ്റ്റിക് ബാഗ്സ് ഒക്കെ പോളിത്തീൻ ബാഗ്സ് ആയിരിക്കും. അപ്പം ഈ റിയാക്ഷൻ പോളിമറൈസേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു സിമ്പിൾ മോളിക്യൂൾസ് കൂടിച്ചേർന്നിട്ട് വലിയൊരു മോളിക്യൂൾ ആയിട്ട് മാറുന്നതാണ്. അപ്പൊ ഈ എന്നുള്ളതുകൊണ്ട് സൂചിപ്പിക്കുന്നത് നമ്പർ ഓഫ് മോണോമേഴ്സ് ആണ്. എത്ര മോണോമേഴ്സ് ആണ് യൂസ് ചെയ്യുന്നുള്ളത്. അത് ചിലപ്പോൾ 10 ആവാം 20 ആവാം എത്ര വേണേലും ആവാം. അപ്പൊ അത് നമ്മൾ എങ്ങനെ എഴുതുക? ഇപ്പൊ CH2 എന്ന് പറഞ്ഞത് ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ CH2 അങ്ങനെ n നമ്പർ ഓഫ് ടൈംസ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രയും തവണ ഇത് നമ്മൾ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കണ്ടേ. അപ്പൊ അതിനെ നമുക്ക് സിമ്പിൾ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ആ സിമ്പിൾ ആയിട്ടുള്ള റെപ്രസെന്റേഷൻ ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പൊ ഒരു CH2 രണ്ട് സൈഡിലേക്കുള്ള ബോണ്ട് കാണിക്കുക. n നമ്പർ ഓഫ് മോണോമേഴ്സിന്റെ n കൊടുക്കുക. n നമ്പർ ആയിരിക്കും റിയാക്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ നമുക്ക് n നമ്പർ ഓഫ് മോണോമേഴ്സ് ഉള്ള ഒരു പോളിമർ ആണ് കിട്ടുന്നത്. അപ്പൊ ഇതിന് ഏറ്റവും സിമ്പിൾ യൂണിറ്റ്, ഇതിലത്തെ ഏറ്റവും സിംഗിൾ യൂണിറ്റ് എന്താ വരുന്നത്? CH2 ആണ് വരുന്നത്. അപ്പൊ ഈ CH2 ഇവിടെ എഴുതി. രണ്ട് സൈഡിലേക്കും ഇനിയും ബോണ്ട് വരുന്നുണ്ട്. രണ്ട് സൈഡിലേക്കും ഇനി ഇതുപോലത്തെ ഈഥീൻ മോളിക്യൂൾസ് വരുന്നുണ്ട് എന്ന് കാണിച്ചിട്ട് ബ്രാക്കറ്റും കാണിക്കാം. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിളും കൂടി ചെയ്യാം. ഇത് വിനൈൽ ക്ലോറൈഡ് എന്ന് പറഞ്ഞ മോളിക്യൂൾ ആണ്. വിനൈൽ ക്ലോറൈഡിന് പോളിമറൈസേഷൻ നടത്തിയാൽ നമുക്ക് എന്താ കിട്ടുക അറിയോ? പോളിവിനൈൽ ക്ലോറൈഡ് ആണ്. അതെങ്ങനെയാ നമ്മൾ എഴുതുക?
CH2. ഇതിലത്തെ ഏറ്റവും ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് ഇതാണ്, CH2 CH Cl ആണ്. സിംഗിൾ ബോണ്ട് CH Cl. ഇനി രണ്ട് സൈഡിലേക്കും ബോണ്ട് ഉണ്ട്. ഈ രണ്ട് സൈഡിലേക്കും ഈ ഒരു സെയിം യൂണിറ്റ് വീണ്ടും വീണ്ടും വരുന്നുണ്ട് എന്ന് കാണിക്കാനാണ് രണ്ട് സൈഡിലേക്ക് ബോണ്ട് ഇട്ടത്. ഈ രണ്ട് സൈഡിലേക്ക് ബോണ്ട് ഇട്ടതുകൊണ്ടാണ് ഇവിടുത്തെ ഡബിൾ ബോണ്ടിന് നമ്മൾ കട്ട് ചെയ്ത് സിംഗിൾ ബോണ്ട് ആക്കി എഴുതിയത്. കാരണം കാർബണിന്റെ വാലൻസി പറയുന്നത് 4 ഇവിടെ ഓൾറെഡി 2 ഹൈഡ്രജന് വാലൻസി വന്നു. പിന്നെ ഇവിടെ ഒരു ബോണ്ട്, ഇവിടെ ഒരു ബോണ്ട്. എന്നിട്ട് അതിന് ഇതുപോലെ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ഇടുന്നു. എന്നിട്ട് ഇവിടെ n നമ്പർ ഓഫ് മോണോമേഴ്സ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള പോളിമറിലും n നമ്പർ ഓഫ് മോണോമേഴ്സ് ഉണ്ടാവും. ആ n-നെ ഇവിടെ നമ്മൾ റെപ്രസെന്റ് ചെയ്തു. അപ്പൊ നമുക്ക് കിട്ടിയത് പോളി വിനൈൽ ക്ലോറൈഡ് ആണ്. അപ്പൊ ഇതിനെ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും, PVC. നമ്മുടെ വീട്ടിലൊക്കെ പ്ലംബിംഗ് വർക്ക്സിന് യൂസ് ചെയ്യുന്ന PVC പൈപ്പുകളില്ലേ, അപ്പൊ വിനൈൽ ക്ലോറൈഡ് എന്ന് പറഞ്ഞ മോണോമറിൽ നിന്നാണ് PVC ഉണ്ടാവുന്നത്. ഇനി അടുത്തത് നോക്കാം. ഇത് ടെട്രാ ഫ്ലൂറോ ഈഥെയ്ൻ എന്ന് പറഞ്ഞ കോമ്പൗണ്ട് ആണ്. ഇതിന് പോളിമറൈസേഷൻ നടന്ന എന്താ ഉണ്ടാവുന്നത്? CF2 സിംഗിൾ ബോണ്ട് പോരെ, CF2 രണ്ട് സൈഡിലേക്കും ബോണ്ട് വരുന്നുണ്ട്, ബ്രാക്കറ്റ് ഇടുന്നു, N വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നു. ഈ കോമ്പൗണ്ടിന്റെ പേര് ടെഫ്ലോൺ എന്നാണ്. ടെഫ്ലോൺ നമ്മുടെ വീട്ടിലെ കിച്ചണിലൊക്കെ നോൺ സ്റ്റിക് പാൻസിന്റെ ഇന്നർ കോട്ടിംഗ് ആയിട്ടാണ് ടെഫ്ലോൺ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ കുറച്ച് മോണോമേഴ്സും പോളിമേഴ്സും അതിന്റെ യൂസസും തന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ PVC ആണ്, നമ്മുടെ PVC പൈപ്പുകൾ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. പിന്നീട് തന്നത് പോളിത്തീൻ ആണ്, ക്യാരി ബാഗ്സ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. പിന്നെ നാച്ചുറൽ റബ്ബർ ഐസോപ്രീൻ ആണ് തന്നിട്ടുള്ളത്, ടയർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. പിന്നെ നമ്മുടെ ടെഫ്ലോൺ കുക്കിംഗ് പാൻസിന്റെ ഒക്കെ ഇന്നർ സർഫേസിൽ യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ആക്രിലോൺ ആയിട്ടുള്ളതാണ്, സിന്തറ്റിക് ഫൈബേഴ്സ് കൃത്രിമ നാരുകൾ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. അപ്പൊ ഇത്രയാണ് അഡീഷൻ പോളിമേഴ്സിൽ പഠിക്കാനുള്ളത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കണ്ടൻസേഷൻ പോളിമേഴ്സ് ആണ്. അപ്പൊ അഡീഷൻ പോളിമേഴ്സിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? സെയിം ആയിട്ടുള്ള മോണോമേഴ്സ് യൂണിറ്റ് കൂടി ചേർന്നിട്ടാണ് അവിടെ ഒരു പോളിമർ ഉണ്ടാവുന്നത്. എന്നാൽ കണ്ടൻസേഷൻ പോളിമേഴ്സിൽ രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള മോണോമർ യൂണിറ്റ് കൂടി ചേരുമ്പോഴാണ് ഒരു പോളിമർ ഉണ്ടാവുന്നത്. അപ്പോൾ അതിന്റെ കൂടെ എന്ത് സംഭവിക്കും? വാട്ടർ പോലുള്ള ചെറിയ മോളിക്യൂൾസിനെ അത് എലിമിനേറ്റ് ചെയ്യുകൂടി ചെയ്യുന്നുണ്ട്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ ഞാൻ എഴുതിയിട്ടുള്ളത് ഇത് അഡിപ്പിക് ആസിഡ് എന്ന് പറഞ്ഞ കോമ്പൗണ്ട് ആണ്. അഡിപ്പിക് ആസിഡ് എന്ന് വെച്ചാൽ 6 കാർബൺസ് ഉള്ള ഒരു ആസിഡ്, അത്രയും ആലോചിച്ചാൽ മതി. ഇവിടെ ഒരു 4 കാർബൺസ് ഉണ്ട്, 5ാമത്തെ കാർബൺ, 6ാമത്തെ കാർബൺ, 6 കാർബൺസ് ഉള്ള അഡിപ്പിക് ആസിഡും അതുപോലെ 6 മെത്തിലിൻ ഗ്രൂപ്പുള്ള ഹെക്സാ മെത്തിലിൻ ഡൈ അമൈൻ എന്ന് പറഞ്ഞ കോമ്പൗണ്ട് ആണ്. ഹെക്സാ മെത്തിലിൻ, അതായത് 6 മെത്തിലിൻ ഗ്രൂപ്പുള്ള ഡൈ അമൈൻ, ഡൈ എന്ന് പറഞ്ഞാൽ രണ്ട് അമൈൻ ഗ്രൂപ്പ്സുകൾ NH2 ഉള്ള. അപ്പൊ ഹെക്സാ മെത്തിലിൻ ഡൈ അമൈനും അഡിപ്പിക് ആസിഡും കൂടി ചേർന്നാൽ നമുക്കൊരു പോളിമർ കിട്ടും. അപ്പൊ ഇതിന്റെ റിയാക്ഷൻ എങ്ങനെയാണ് നടക്കുന്നതെന്ന് വെച്ചാൽ, ഇതിലുള്ള COOH ഒരു OHും NH2 ഒരു Hഉം, NH2 2 H അതിലത്തെ ഒരു Hഉം കൂടി ചേർന്നിട്ട് ഒരു വാട്ടർ മോളിക്യൂളായിട്ട് മാറും. അതേപോലെ ഈ സൈഡിലുള്ള ഒരു OHും ഈ സൈഡിൽ NH2 ഒരു Hഉം കൂടി ചേർന്നിട്ട് അതും ഒരു വാട്ടർ മോളിക്യൂളായിട്ട് മാറും. ഈ 2 വാട്ടർ മോളിക്യൂൾസിനെ എലിമിനേറ്റ് ചെയ്തിട്ട് ഇതിൽ ബാക്കി കാണുന്ന ഭാഗങ്ങളിലെ അത് തമ്മിൽ കൂടിച്ചേരും. അങ്ങനെയാണ് ഇവിടെ ഒരു പോളിമർ ഉണ്ടാവുന്നത്. അപ്പൊ നിങ്ങൾ ഇതാ ഇവിടെ നോക്കിക്കേ, ഇവിടെ ഇനി ബാക്കിയുള്ളത് ഒരു CO, CH2 4 ടൈംസ്, ഇവിടെ ഒരു CO, അതെവിടെ എഴുതി, CO CH2 4 ടൈംസ്, ഇവിടെ ഒരു CO. ഇനി ഇപ്പുറത്താണെങ്കിലോ NH2 ഒരു NH ബാക്കിയുണ്ട്, CH2 6 ടൈംസ് ഉണ്ട്, ഇവിടെ NH2 ഒരു NH ബാക്കിയുണ്ട്. അതും നമ്മൾ ഇതിനെ യോജിപ്പിച്ച് എഴുതി. ഈ ഒരു കോമ്പൗണ്ട് നമുക്ക് കിട്ടി. ഇനിയുള്ളത് ഈ N ആണ്. N ടൈംസ് ഓഫ് അഡിപ്പിക് ആസിഡും N ടൈംസ് ഓഫ് ഹെക്സാമെത്തിലിൻ ഡയമീനും യൂസ് ചെയ്തു. അപ്പൊ നമുക്ക് കിട്ടുന്ന പോളിമറും N ടൈംസ് ഉണ്ടാവും. അതേപോലെ തന്നെ ഇതിൽ നിന്നൊക്കെ N ടൈംസ് ഓഫ് H2O മോളിക്യൂൾസിനെ എലിമിനേറ്റ് ചെയ്തിട്ടുണ്ടാവല്ലോ. അപ്പൊ ഇവിടെയും N ടൈംസ് ഓഫ് H2O മോളിക്യൂൾ. ഈ നമുക്ക് കിട്ടിയ ഈ ഒരു പോളിമറിന്റെ പേര് എന്ന് പറയുന്നത് നൈലോൺ 66 എന്നാണ്. നൈലോൺ 66. ഇത് നമ്മൾ ഡ്രസ് മെറ്റീരിയൽസ്, ക്ലോത്ത്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പോളിമർ ആണ്. ഇതിൽ ഈ 66 എന്നുള്ള പേര് വരാൻ കാരണം ഒരു 6 അഡിപ്പിക് ആസിഡിൽ 6 കാർബൺ ഉണ്ട് എന്നുള്ളതും മറ്റൊരു 6 വരുന്നത് ഹെക്സാമെത്തിലിൻ ഡയമൈനിൽ 6 മെത്തിലിൻ ഗ്രൂപ്പ് ഉണ്ട് എന്നുള്ളതും. ഇവിടെ കുറച്ച് മോണോമേഴ്സും പോളിമറും അതിന്റെ യൂസസും കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ നമ്മളിപ്പോൾ പഠിച്ച അഡിപ്പിക് ആസിഡും ഹെക്സാമെത്തിലിൻ ഡയമൈനുമാണ്. നൈലോൺ 66 ഉണ്ടാവുന്നു, ക്ലോത്ത്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. മറ്റൊന്ന് ഫീനോളും ഫോർമാൽഡിഹൈഡും ആണ്. ഫീനോൾ ഫോർമാൽഡിഹൈഡ് റെസിൻ, അതിന്റെ മറ്റൊരു പേരാണ് ബേക്ക്ലൈറ്റ് എന്ന് പറയുന്നത്. അത് നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നത്? സ്വിച്ചും പ്ലഗും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു.
പിന്നെ എത്തിലൈൻ ഗ്ലൈക്കോളും ടെറിയറ്റാലിക് ആസിഡും ആണ്. അത് പോളിസ്റ്റർ ഉണ്ടാക്കാൻ വേണ്ടി, അതും ഒരു ഡ്രസ് മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ അഡീഷൻ റിയാക്ഷൻസ് പഠിച്ചു, സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് പഠിച്ചു, പിന്നെ പോളിമറൈസേഷൻ പഠിച്ചു. അതിൽ 2 രീതിയിൽ അഡീഷൻ പോളിമേഴ്സും പഠിച്ചു, കണ്ടൻസേഷൻ പോളിമേഴ്സും പഠിച്ചു. ഇനി 2 റിയാക്ഷൻസും കൂടി പഠിക്കാനുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.